ഞങ്ങളുടെ രാവിലത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പേരുണ്ടെങ്കിലും അതെങ്ങനെ എടുക്കണം, ഏത് സമയത്ത് എടുക്കണം എന്നൊക്കെയുള്ള ധാരണകൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ അത്രയും ഗംഭീരമായിട്ട് എടുക്കാൻ നോക്കാം. ഇത് കുറച്ച് ചെറിയ കാഴ്ചകളാണ്. അപ്പോൾ രാവിലെ ഒരു 7:30 ആയിട്ടുണ്ടാവും. സാൻവി മോള് എണീറ്റിട്ടില്ല. ഉറക്കത്തുനിന്ന് എണീപ്പിക്കാൻ പോയതാണ്. അപ്പോൾ മോളെ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആക്ഷൻസ് അധികം ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ സാറ് എണീറ്റിട്ടുണ്ട്. സാറ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വേറെ എവിടേക്കും അല്ല, ബാത്റൂമിലേക്കാണ്. കുളിക്കാൻ വേണ്ടിയിട്ടാണ്. കുളിക്കാനല്ല, വെള്ളത്തിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഈ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ആള് പോകുന്നത് അപ്പുറത്തേക്കാണ്, അതായത് പപ്പയുടെ അടുത്തേക്ക്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നായിരിക്കും മിക്ക ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാൻ എത്തിയിട്ടുണ്ട്, വാതിൽ തുറന്നോന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ കൂട്ടാൻ വന്നത് പപ്പയല്ല, ചേച്ചിക്കുട്ടിയാണ്. അതിൻ്റെ ഒരു ദേഷ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതൊന്നും കുഴപ്പമില്ല, കുറച്ചു നേരം അവിടുന്ന് വെള്ളത്തിൽ നിന്നൊക്കെ കളിച്ച് ആളകത്തേക്ക് പോയിക്കോളും. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ വികേൻ്റെ പ്രതികരണമാണ് ഇത്. എൻ്റെ ബാക്ക് സൈഡ് എടുത്താൽ മതി, എൻ്റെ ഫേസൊക്കെ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വൈറലായി പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വൈറലാവട്ടെ അല്ലേ. അപ്പം ഞാനും ബാക്കിൽ പോയി. അപ്പോൾ അവരെല്ലാവരും ചായ കുടിക്കുന്നതാണ്. വസ്മോൻ ഇനി അവിടെ നിന്ന് അങ്ങ് ചായയെല്ലാം കുടിച്ചിട്ട് ഇങ്ങ് പോന്നോളും. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറി. അപ്പോൾ പപ്പേനെ കണ്ട സന്തോഷ പ്രകടനമാണ് വസുവിനി കാണിക്കുന്നത്. ഇനി നേരെ പോയിട്ട് മടിയിലിരുന്ന് വസു ചായ കുടിച്ചോളും. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്നത് കണ്ടിട്ട് ഭവീച്ച് പറയുന്നുണ്ട്, ഓ ഇതറിയെങ്കിൽ ഞാൻ നല്ല പ്ലേറ്റിൽ എടുക്കുവേനു, അതെല്ലാം മതിയല്ലേ. അപ്പം ഇനി ഇവിടുന്ന് കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് അങ്ങ് വന്നോളൂ. ഞാനതെല്ലാം കുറച്ച് വീഡിയോ എടുത്ത് ഞാനിങ്ങനെ ഇപ്പുറത്തേക്ക് പോന്നു. ഇപ്പുറത്ത് നല്ല എരിവുള്ള അടയും നല്ല മധുരമുള്ള അടയും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള ദിവസങ്ങളിൽ രാവിലെ എണീക്കാൻ തന്നെ ഒരു പ്രത്യേക എനർജി ആയിരിക്കും അല്ലേ. അപ്പം ഞാനത് ഓരോ പീസായിട്ട് മുറിച്ച് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഞാനത് ഓരോന്നാക്കി മുറിച്ച് സാൻവി മോക്ക് കൊടുത്ത് ലാലോടനും ഞാനും അമ്മയുമാണ് ഇരുന്നിട്ട് ചായ കുടിക്കുന്നത്. അപ്പോൾ സാൻവി കുട്ടി ഇതാ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് നല്ല കുട്ടിയായിട്ടിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. മറ്റേ ആള് അപ്പുറത്തുനിന്ന് ചായയും കുടിച്ച് ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണ്, എൻ്റെ മടിയിൽ ഇരുന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാനും അമ്മയും ലാലോടനും ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്നതാണ്. ചായയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഇതാണ്, കളി. വേറൊന്നുമില്ല, വേറെ പുറത്തേക്ക് ഇറങ്ങിക്കൂടാ, പുറത്ത് നല്ല മഴയാണ്. അകത്തുനിന്ന് ഇങ്ങനെ TV വെക്കും, അകത്തുനിന്ന് കളിക്കും. വേറെ പുറത്ത് കളിക്കാനും ആരുമില്ല, കളിക്കാൻ വിടാൻ മഴയായതുകൊണ്ട് പുറത്തുനിന്ന് കളിക്കാൻ വിടാനും പറ്റൂല. അപ്പം അകത്തുനിന്ന് ഇങ്ങനെയെല്ലാം അങ്ങ് കളിച്ച് അങ്ങനെ അങ്ങ് നേരം കഴിച്ചോളും. പിന്നെ ഒരു ചെറിയൊരു ഉറക്കുണ്ടാവും, അതും കഴിഞ്ഞ് ഉച്ചയാവും പിന്നെ എണീക്കാൻ. സാൻവി ഉണ്ട് കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ കാഴ്ചകൾ. അപ്പോൾ പുതിയ വീഡിയോകളൊക്കെ ഇനിയും വരും. എൻ്റെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിൽ കയറി എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.